ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ, പഴയ മോഡൽ ആക്റ്റീവ വണ്ടിയാണ് നമ്മൾ സർവീസായിട്ട് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസ്, ബ്രേക്ക് ചെക്കപ്പ്, എഞ്ചിൻ ഓയിൽ മാറ്റാം, വാട്ടർ സർവീസ് ചെയ്യുക. ഫ്രണ്ട് പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്ത് നിന്ന് വെൽഡിനെസ് പറഞ്ഞിട്ടുണ്ട്, സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. നിലവിൽ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് വണ്ടി ഓടിച്ച് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ബാക്ക് ബ്രേക്ക് ഷൂ തീരില്ല, ലൈനർ മാറ്റേണ്ടതായിട്ട് വരും. അഡ്ജസ്റ്റിങ് മാക്സിമത്തിലാണ് നിൽക്കുന്നത് കേട്ടോ. ലൈനർ നമുക്ക് മാറ്റിയിടേണ്ടി വരും. അതേപോലെ ബാക്ക് ടയറൊക്കെ തീരെ മോശമാണ്, ഒട്ടും കട്ടയില്ല, ശ്രദ്ധിച്ചോളാം. പിന്നെ ബാക്ക് വീലിൻ്റെ ഭാഗത്ത് ബെയറിങ്ങിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഗിയർ ബോക്സിനകത്ത് ഓയിലൊക്കെ ഉണ്ട്. എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. കമ്പനി ഫിൽറ്ററാണ് കിടക്കണേ, കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യാം. ക്ലച്ച് ഭാഗം അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ബെൻഡെക്സ് കംപ്ലയിൻ്റ് ആണ്. അതാണ് നമുക്ക് സെൽഫ് എടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. അതിൻ്റെ സ്പ്രിങ് ആക്ഷനൊക്കെ പോയേക്കാണ്, സ്പ്രിങ്ങൊക്കെ കട്ടായിപ്പോയി. അപ്പോൾ ബെൻഡെക്സ് മാറ്റിയിട്ടാലാണ് വർക്കിംഗ് ആകാൻ പറ്റുള്ളൂ. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ് കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. ക്ലച്ച് യൂണിറ്റൊക്കെ ഓക്കെയാണ്. ബെൽറ്റിൻ്റെ കണ്ടീഷനും ചെക്ക് ചെയ്ത്, ബെൽറ്റും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും ചേട്ടാ, കമ്പനി ബെൽറ്റ് കിടക്കണേ. അപ്പോൾ നമുക്ക് ആ ബെൻഡെക്സ് യൂണിറ്റ് ഒന്ന് മാറ്റിയതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം. പിന്നെ കാർബേറ്ററിൻ്റെ ഭാഗത്ത് പറയാത്ത കംപ്ലയിൻസ് ഒന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. നിലവിൽ വേറെ ഇപ്പോൾ ഒന്ന് കയറി വേറെ അഴിക്കേണ്ടതുമില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിൽ നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് ചിലപ്പോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യക്ഷത്തിൽ നമുക്ക് ജനറൽ സർവീസിൽ കാർബേറ്റർ ക്ലീനിങ് ഒന്നുമില്ല. നമുക്ക് അഡീഷണൽ പേയ്മെൻറ്റ് ചെയ്യേണ്ട വർക്കാണ്. വേറെ കംപ്ലയിൻറ്റ് ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം നമ്മൾ തൊടാതിരിക്കണം ബുദ്ധി. പിന്നെ ഈ ചോക്കിൻ്റെ കേബിളൊക്കെ ഇടയ്ക്ക് ഉപയോഗിക്കാം. ഫുൾ ടൈറ്റായി തുടങ്ങിയാണ്. ഞാനിപ്പോൾ ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്തിട്ട് നോക്കാം. ആക്സിലേറ്റർ കേബിളൊക്കെ ചെറിയൊരു ടൈറ്റ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് മാറ്റുന്നുണ്ടെങ്കിലൊന്ന് പറയണേ. കാരണം നമ്മൾ എസ്റ്റിമേറ്റിൽ ഇപ്പോൾ അത് ഉൾപ്പെടുത്തണില്ല. മാറ്റുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്സിലേറ്റർ കേബിളും ചോക്ക് കേബിളും വേണമെങ്കിൽ മാറ്റിയിടാം. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനർ വേറെ കുറേ ഈ ഒരു അവസ്ഥയിൽ ക്യാമൊക്കെ തിരിച്ചിട്ടാണ് ഫ്രണ്ട് ബ്രേക്ക് ലൈനർ. അപ്പോൾ ഫ്രണ്ട് ലൈനർ മാറ്റിയിടാനായിരിക്കും നല്ലത്. കാരണം വെച്ചാൽ ഫ്രണ്ട് ഇനിയിപ്പോൾ അഡ്ജസ്റ്റിങ് മാക്സിമത്തിലേക്ക് വരുമ്പോഴത്തേക്ക് കയറി ജാം ആവാനുള്ള സാധ്യതയുണ്ട്. കേബിളും അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. തൽക്കാലം നമുക്ക് ഓയിൽ കൊടുത്ത് ക്ലിയർ ചെയ്തിടാം. ഗ്രീൻ ബുഷ് കംപ്ലയിൻ്റ് ആണ്, ഷോക്കിൻ്റെ ബുഷ് കംപ്ലയിൻ്റ് ആണ്. മൊത്തത്തിൽ നല്ല രീതിയിൽ ഓവലായി പോയിട്ടുണ്ട്. ഇത്രയും ലൂസാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടേക്കാം. ലിങ്കിൻ്റെ ബുഷുകൾ വേറെ കുഴപ്പമില്ല, ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ്ങിനും പ്രത്യക്ഷത്തിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണുന്നില്ല കേട്ടോ. ചെറിയൊരു പ്ലേ തുടങ്ങണം, ആരംഭമാണ്. തൽക്കാലം അങ്ങനെ കിടന്ന് ഓടട്ടെ. അത്യാവശ്യം നമുക്ക് വണ്ടി പഴക്കമുള്ളതാണല്ലോ. പിന്നെ 2024 മോഡൽ ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കുന്നത്. ആമറോൻ്റെ ബാറ്ററി ഉണ്ടോ, 2024 വെച്ചാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി, 13 വോൾട്ട് വരെ കിട്ടുന്നു, 13.35 വരെ കിട്ടുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴും 9.70 ആ റേഞ്ചിലാണ് തന്നെ. നിലവിൽ ബാറ്ററിയുടെ ഭാഗത്ത് വേറെ കംപ്ലയിൻറ്റ് തോന്നുന്നില്ല. സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് ബെൻഡെക്സിൻ്റെയാണ് കേട്ടോ. പിന്നെ സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചാണ്. പക്ഷേ അത്യാവശ്യം കരിയുണ്ട് അതിൻ്റെ ഉള്ളിൽ. പ്ലഗ് മാറ്റിയിടാം കേട്ടോ, കാരണം ഷോർട്ടിങ് കാണിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മൈന്യൂട്ടായിട്ട് ഓയിൽ കത്തണുണ്ട്, അതുകൊണ്ടാണ് അത്ര കയറ്റി തന്നെ കേട്ടോ. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ടേ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കണേ. അപ്പോൾ നമുക്കതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം.